നാഗങ്ങളുടെ അല്ലെങ്കിൽ സർപ്പത്തിന്റെ ആത്മാവിനെ ആ കളത്തിങ്കൽ ആവാഹിക്കുക, പൂജ കഴിക്കുക, ആവാഹിക്കുക. അതിന് പഞ്ചാലങ്കാര പൂജ എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ കുടുംബത്ത് സർപ്പകോപം വരാതിരിക്കുക, സർപ്പങ്ങൾക്ക് കോപം വരുന്ന പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു ചാൻ ഭൂമിയിൽ മുച്ചാൻ സർപ്പം എന്നാണ് പറയുന്നത്. കാൽ ചാൻ മാത്രമേ നമുക്ക് മനുഷ്യർക്ക് ആസ്വദിക്കാനുള്ളൂ, ബാക്കിയെല്ലാം സർപ്പങ്ങളാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അവിടെ എല്ലാം സർപ്പങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും അറിഞ്ഞും അറിയാതെയും അവർക്ക് ക്ഷതം ഏൽക്കുന്ന തരത്തിലുള്ള പ്രവൃത്തി വന്നു പോയിട്ടുണ്ടെങ്കിൽ, കാവുകൾ ഇല്ലാതായതോടുകൂടി വീടുകൾക്ക് ദോഷം വന്നു തുടങ്ങി. കുലം മുടിയുകയാണ് കാവ് നശിപ്പിക്കുന്നത്. അതുകൊണ്ട് കാവുകൾ ഇല്ലാത്തത് കൊണ്ട് മനുഷ്യനുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം ഞങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ആരാധനാക്രമത്തിൽ പഞ്ചഭൂത സങ്കല്പമാകുന്ന പഞ്ചവർണ്ണപ്പൊടികൾ, അരിപ്പൊടി, മഞ്ഞപ്പൊടി, ഓടുപൊടി, ഉമിക്കരി, അരിപ്പൊടി മുതലായ വസ്തുക്കൾ കൊണ്ട്, 5 വസ്തുക്കൾ കൊണ്ട് സർപ്പങ്ങളുടെ രൂപം വരയ്ക്കാൻ. അപ്പോൾ സർപ്പങ്ങളുടെ രൂപം വരച്ചിട്ട് അതിൽ നാഗങ്ങളുടെ അല്ലെങ്കിൽ സർപ്പത്തിൻ്റെ ആത്മാവിനെ ആ കളത്തിങ്കൽ ആവാഹിക്കുക, പൂജ കഴിക്കുക, ആവാഹിക്കുക. അതിന് പഞ്ചാലങ്കാര പൂജ എന്നാണ് പറയുന്നത്. സർപ്പക്കളം വരച്ചിട്ട് ചുറ്റിനും വിളക്ക് ഒരുക്കുകളും എല്ലാം കണക്കുകളുണ്ട്. ആ കണക്കുകളിൽ ഒരുക്കുകളെല്ലാം വെച്ചിട്ട് സർപ്പത്തിങ്കൽ ഈ രൂപത്തിലേക്ക് ആ ദേവ ചൈതന്യത്തെ ആവാഹിച്ച്, ഞങ്ങളുടെ പുള്ളുവൻ്റെ ആചാര്യം തന്നെയാണ് അത് ചെയ്യുന്നത്. തെക്കൻ മേഖലകളിലെല്ലാം അതിനെ ആവാഹിച്ച് ആ പന്തലിൽ അല്ലെങ്കിൽ ആ സർപ്പം തുള്ള നടത്തുന്ന യജ്ഞശാലയിൽ ഭഗവാന്റെ ആ കളത്തിനകത്ത് ദേവന്റെ ആത്മാവിനെ ചൈതന്യമാക്കി വെച്ചിട്ടാണ് പിന്നെയാണ് പൂജയിൽ 100 പാലും പാട്ടും ഒക്കെ നടത്തുന്നത്. എന്നിട്ട് പിണിയാളുകളെ വ്രതാനുഷ്ഠാനത്തോടുകൂടി 10 ദിവസം, 5 ദിവസം, 7 ദിവസം, 9 ദിവസം എന്നീ ക്രമം, അത് എത്ര ദിവസത്തെ തുള്ളൽ നടക്കുന്നോ ആ ക്രമം അനുസരിച്ചായിരിക്കും വ്രതാനുഷ്ഠാനം നടക്കുന്നത്. അപ്പോൾ ആ വ്രതാനുഷ്ഠാനത്തോടുകൂടി നിൽക്കുന്ന പിണിയാളുകളെ ഈ സർപ്പക്കളത്തിൽ എല്ലാം കഴിച്ച് 100 പാലും എല്ലാം നടത്തി കർപ്പൂര ആരാധന നടത്തിയിട്ട് ഈ പിണിയാളുകളെ സർപ്പക്കളത്തിൽ നിർത്തി അല്ലെങ്കിൽ ഇരുത്തി പൂക്കല, അത് ഭഗവാന്റെ തിരുമുടി, സർപ്പത്തിന്റെ തിരുമുടി എന്ന സങ്കല്പമാണ് പൂക്കുല എന്ന് പറയുന്നത്. അപ്പം അത് പത്തി എന്ന സങ്കല്പത്തിലാണ് പൂക്കുല നൽകുന്നത്. പൂക്കുല കൊടുത്ത് ആ പൂക്കുല കൊണ്ട് അവർ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ പുള്ളുവർ പാടുന്ന കീർത്തനങ്ങളും ആർപ്പും കുരവയും ഒക്കെ കേട്ടിട്ട് ഈ കളത്തിൽ നിന്നും ആ ആത്മചൈതന്യം ഈ ദേവനിലെ ഈ പിണിയാളുകളിലേക്ക് ആവാഹിക്കപ്പെടുകയാണ്. പിണിയാളുകളെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? പിണിയാളുകളെ തിരഞ്ഞെടുക്കുന്നത് തെക്കൻ മേഖലകളിൽ നാഗരാജാവ്, നാഗയക്ഷി, നാഗകന്യക എന്ന സങ്കല്പത്തിൽ 3 പേര് മുതലാകാം. 5 പേര്, 7 പേര്, 9 പേര്, 11 പേര് എത്രയാകാം. വടക്കൻ മേഖലകളിലോട്ടെന്ന് പറയുമ്പോൾ നാഗരാജാവ് സങ്കല്പത്തിൽ കർമ്മം ചെയ്യുന്നുവെങ്കിലും അവിടെ കാപ്പുകാരൻ എന്നാണ് പറയുന്നത്. കാപ്പും കന്യാവും 2 പേരെയാണ് വടക്കൻ മേഖലകളിൽ സങ്കല്പിക്കുന്നത്. അത് കൊച്ചുകുട്ടികളാണ്, ബാലഭാവത്തിലുള്ളവരെയാണ് നിർത്തുന്നത്. ഇവിടെ മുതിർന്നവരെ നാഗരാജാവെന്നും നാഗയക്ഷിയെന്നും സങ്കല്പിച്ച് പ്രായമുള്ള 2 പേരെയും, ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും, നാഗകന്യകയായിട്ട് ഒരു ബാല സ്വഭാവത്തിലുള്ള കുട്ടിയെയും, പ്രായപൂർത്തിയാകാത്ത. ഈ കളമെഴുതി പുല്ലുവൻ പാട്ട് പാടി ഉറഞ്ഞു തുള്ളി കളം വായിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? അത് ചെയ്യുന്നത്, അതായത് നമ്മുടെ കുടുംബത്ത് സർപ്പകോപം വരാതിരിക്കുക, സർപ്പങ്ങൾക്ക് കോപം വരുന്ന പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു ഭൂമി സർപ്പങ്ങളുടെ വകയാണ്. അവരാണ്, അതായത് ഒരു ചാൻ ഭൂമിയിൽ മുച്ചാൻ സർപ്പം എന്നാണ് പറയുന്നത്. കാൽ ചാൻ മാത്രമേ നമുക്ക് മനുഷ്യർക്ക് ആസ്വദിക്കാനുള്ളൂ, ബാക്കിയെല്ലാം സർപ്പങ്ങളാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അവിടെ എല്ലാം സർപ്പങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും അറിഞ്ഞും അറിയാതെയും അവർക്ക് ക്ഷതം ഏൽക്കുന്ന തരത്തിലുള്ള പ്രവൃത്തി വന്നു പോയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അത് 365 ദിവസത്തെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് ഒരു ദിവസമോ അല്ലെങ്കിൽ 3 ദിവസമോ കളം വരച്ചിട്ട് സർപ്പം തുള്ളൽ എന്ന ചടങ്ങ് ചെയ്ത് അവരെ സംപ്രീതരാക്കുന്നത് ഉള്ളവരെ. അപ്പോൾ ആ മരിച്ചു പോയിട്ടുള്ള സർപ്പങ്ങൾക്കും ജീവിച്ചിട്ട് ഇരിക്കുന്ന സർപ്പങ്ങൾക്കും എല്ലാം ഇതിൽ പൂജകളുണ്ട്. ആ പൂജകൾ കൊടുക്കുമ്പോൾ അവരതിനകത്ത് സംപ്രീതരാകുന്നു. അപ്പം ആ കുടുംബക്കാർക്കുള്ള ദോഷം അതോടെ തീർന്ന് അത് ഞങ്ങളിലേക്കാണ് ഭവിക്കുന്നത്. അത് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. അപ്പൊ അത് ഞങ്ങളിൽ സ്വീകരിച്ചും കൊണ്ട് ഞങ്ങൾ പൂജിക്കണം, ഞങ്ങളത് ഭക്ഷിക്കണം. എങ്കിൽ മാത്രമേ
അവരുടെ ആ ദോഷം ഒഴിയുന്നുള്ളൂ. അപ്പൊ പുള്ളുവ പുള്ളുവ അംഗങ്ങളിൽ നിന്ന്, പുള്ളുവ ശ്രേഷ്ഠന്മാരിൽ നിന്ന് ഈ ദോഷത്തെ എങ്ങനെയാണ് മാറ്റിക്കളയാ? ഞങ്ങള് ഭുജിക്കുകയാണല്ലോ, ഞങ്ങൾ ഭക്ഷിക്കുക. നിങ്ങളിലുണ്ട് ആ ദോഷം നിങ്ങൾ സ്വീകരിച്ചാൽ പിന്നീട് അതിന് മാറ്റം ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ല 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 അത് ഞങ്ങൾ തന്നെ ഉൾക്കൊണ്ട് ഞങ്ങൾ അതാണ് സർപ്പ ഉച്ഛിഷ്ട ഭുജിക്കുന്നവരാണ് പുള്ളുവരെന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് കൊടുത്തതിന് ശേഷം അവരുടെ എല്ലാം കൊടുത്ത് അതിന്റെ എല്ലാം കഴിഞ്ഞിട്ട് അതിന്റെ ഉച്ഛിഷ്ടത്തെയാണ് ഞങ്ങൾ ഭക്ഷിക്കുന്നത്. അപ്പൊ അത് ഞങ്ങൾ ഭക്ഷിച്ചെങ്കിൽ മാത്രമേ അവരുടെ ദോഷം തീരുന്നുള്ളൂ. ഞങ്ങൾക്കത് ദോഷമില്ല. ഞങ്ങളിൽ ഈ അതുപോലെ തന്നെ ഈ സർപ്പങ്ങളോ അല്ലെ പാമ്പുകളോ കടിച്ച മരണങ്ങളും ഇല്ലല്ലോ. ഇല്ല, നമുക്കത് പറയപ്പെടുന്നില്ല. ആരും മരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇല്ലെന്ന് പറയത്തില്ല. കാരണം അതിന് കാരണങ്ങളും ഉണ്ട്. അത് വിധിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിക്കുമല്ലോ എന്തായാലും. പിന്നെ അതിനെ ദേവോത്തരം ചെയ്യുമ്പോൾ കടിക്കും. അതിനൊരു അങ്ങനെ ഒരു വിധിയുണ്ട്. ഇത് നാരായണീയ മൂലത്തിലത് പറയുന്നുണ്ട്. വിഷനാരായണീയം മൂലമുണ്ട്, ഗ്രന്ഥമുണ്ട്. അത് എൻ്റെ ആചാര്യൻ, എൻ്റെ ഗുരു അതിനൊക്കെ എന്നെ പഠിപ്പിച്ചതാണ്. അപ്പം അതിൻ്റെ കുറച്ച് ചരിത്രങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം അത് പ്രസവ സമയങ്ങളിലാണ്, ഇര തേടി നടക്കുന്ന ടൈമിലാണ്. ഇങ്ങനെയൊക്കെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ചെന്ന് അതിനെ പിന്നെ ശല്യപ്പെടുത്തി, അതായത് ഇപ്പം ഇണ ചേരുന്ന സമയം, ആ സമയങ്ങളിൽ ചെന്ന് നമ്മളതിനെ ബുദ്ധിമുട്ടിപ്പിക്കുകയോ ശല്യം ചെയ്യുകയോ അതിനെ സ്പർശിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ കടിക്കും. അതിനവിടെ ജാതിയോ മതമോ ഒന്നും പ്രശ്നമില്ല. ആ സമയത്ത് കടുത്ത വിഷവുമാണ്, അപ്പോഴും മരിച്ചിരിക്കും. അങ്ങനെ മരിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല, എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ മരിച്ചു കാണും. അത് എൻ്റെ ഒരു മൂത്ത സഹോദരിയുടെ ഒരു മകൻ ഇതുപോലെ അണലി കടിച്ച് അതിനെ ചവിട്ടിയതാണ്. വെളുപ്പിലെ പോയി ചവിട്ടിയ സമയത്ത് അല്ലല്ല, അത് വെളുപ്പിലെ പറങ്കണ്ടിയൊക്കെ പെറുക്കാനായിട്ട് ഇങ്ങനെ ചെറുപ്പത്തിലെ പഠിക്കുന്ന സമയം ഓടിപ്പോയ കൂട്ടത്തിൽ കൊച്ചിലെയാ അതിനെ കയറി ചവിട്ടിയപ്പോൾ അത് കടിച്ചു. അപ്പോൾ അതൊരു വിധിയെന്ന് പറയാം. അവർക്ക് അതിന്റെ അന്നൊന്നും അവരുടെ തലമുറ കർമ്മങ്ങൾ ചെയ്യുന്നവരുമല്ല. അങ്ങനെ കൂടെ ഒരു കാര്യമുണ്ട്. അതിന്റെ ബാലഭാഗത്തുള്ള തീരെ കുഞ്ഞിലെയുള്ള കാലത്ത്. ഇപ്പോൾ ഈ ഐതിഹ്യങ്ങളെല്ലാം കുറേയൊക്കെ ഞങ്ങളുടെ സമുദായക്കാരെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഇങ്ങോട്ട് അവരെല്ലാം ഈ പൂർവിക ആരാധനാക്രമങ്ങൾ തന്നെ പാലിച്ച് മുമ്പോട്ട് പോകുന്നുണ്ട്. ഇന്ന് ഈ നാട്ടിൽ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് ഒരു കാവിന്റെ പശ്ചാത്തലത്തിലാണ്. ഇത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭൂമിയാണ്. പക്ഷേ ഇപ്പൊ പല ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ പോലും, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോയി. അവിടെ കീഴ്ക്കാവിലേക്ക് ഇറങ്ങി പോകുമ്പോൾ സർപ്പക്കാവ് എന്ന് പറഞ്ഞൊരു കുഞ്ഞു സ്ഥലമാണ് ഇപ്പോൾ ഉള്ളത്. ശബരിമല സന്നിധാനത്ത് സർപ്പക്കാവ് വളരെ ചെറിയൊരു ഇടമാണ്. ഇവിടെയൊക്കെ ഒരു പക്ഷേ പണ്ടൊരിക്കൽ വലിയ സർപ്പക്കാവുകൾ ഉണ്ടായിരുന്ന ഇടമായിരിക്കണം. സോ അവിടുത്തെ ഒരു ഭൂമിശാസ്ത്രപരമായി നമ്മൾ ചിന്തിക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ഈ ഒരു മേഖല, നമ്മളിപ്പോ ഇരിക്കുന്നതിന് പൊതുവെ ഒരു തെക്കൻ മേഖലയിലൊക്കെ കാവുകൾ തിരുവിതാംകൂറിന്റെ ഭാഗമാണ്. അപ്പോ ഇവിടെ ഓണാട്ടുകരയാണ്. ഓണാട്ടുകരയിൽ സർപ്പാരാധനയുടെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. രണ്ട് ക്ഷേത്രം, വെട്ടിക്കോടും മണ്ണാറശാലയും. പക്ഷെ ഇപ്പൊ എറണാകുളത്തിലേക്ക് വരും. ഇപ്പൊ ഞാൻ താമസിക്കുന്ന വീടിന്റെ അടുത്ത് ഒരു സർപ്പക്കാവുണ്ട്. അവിടെ വീതിച്ച് പോയി ഇപ്പൊ ആകെ 1 മീറ്റർ വീതിയിൽ ഒരു 4 മീറ്റർ നീളത്തിലാണ് കാവിരിക്കുന്നത്. അതിന്റെയും ഫ്രണ്ട് വശത്ത് ഇപ്പൊ കടവണിയാൻ കൊടുക്കണം എന്നൊക്കെ അവിടെ പറയുന്നതായിട്ടൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാവുകൾ ശോഷിക്കുന്നത് കൊണ്ട്, ഇപ്പൊ ഞാൻ വാസ്തുശാസ്ത്രപരമായി പലരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നു കാവുകൾ ഇല്ലാതായതോടുകൂടി വീടുകൾക്ക് ദോഷം വന്നു തുടങ്ങി, ഇത് കുലം മുടിയാണ് കാവ് നശിപ്പിക്കുന്നത് അതുകൊണ്ട് എന്നൊക്കെ പറയുന്നവരുണ്ട്. കാവുകൾ ഇല്ലാതാകുന്നത് കൊണ്ട് മനുഷ്യനുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ് കാവ് നശിപ്പിക്കുന്നത് കൊണ്ട്? കാവ് നശിപ്പിച്ചാൽ തീർച്ചയായിട്ടും സന്തതികൾക്കാണ് ദോഷം. അതിന്റെ തലമുറകളായിട്ട് 7 തലമുറയ്ക്ക് വരുന്ന അവർക്ക് ചിലപ്പോൾ സന്തതി ഉണ്ടാകുകയില്ല. പിന്നെ ചിലർക്ക് അവനകത്ത് ഏതെങ്കിലും വിധത്തിൽ 1 or 2 പേർക്കെങ്കിലും അത് അനുഭവം ഉണ്ടാവും. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പിന്നെ എങ്ങനെയാണോ കാവ് അഴിക്കുന്നത് എന്ന് വെച്ചാൽ വെട്ടി നശിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ ഇവർക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടുമെന്നാണ് പറയുന്നത്. കാരണം ആരെങ്കിലും നിന്നും പിന്നെ ആയുധമായിട്ട് മരിക്കാനുള്ള ഒരു ഇത് വരിക, അല്ലെങ്കിൽ വാഹനം തട്ടി അങ്ങനെ എന്തെങ്കിലും ഇരുമ്പ് ഇതായിട്ടുള്ള വരുന്നത്. പിന്നെ കാവ് അഴിച്ചു മാറ്റുന്നതിനൊരു ചിട്ടയുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. കാവ് മാറ്റുന്നതിനും ചില സർപ്പങ്ങളെ മാത്രമേ, ചില കാവുകൾ മാത്രമേ മാറ്റാൻ പറ്റത്തുള്ളൂ, അല്ലാതെ മാറ്റാൻ പറ്റത്തില്ല. ഇത് ഇങ്ങനെ ഭൂമിയിൽ ലയിച്ച ആ ഭസ്മം ധൂളികൾ ഭൂമിയിൽ ലയിച്ചിട്ടുള്ള ഉത്തമര, അവിടെ നിന്ന് ഒരിക്കലും അവരെ മാറ്റാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളാണ് ഇന്നും നിലനിൽക്കുന്നത്. മണ്ണാർശാല, വെട്ടിക്കോട്, ഈ മണ്ണാർശാല ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പനയന്നാർകാവ് ക്ഷേത്രത്തിന്റെ
ഈ കാവുകൾ ഇവിടെ 5 സർപ്പക്കാവാണ്. ഈ ക്ഷേത്രത്തിൽ 5 സർപ്പക്കാവുണ്ട്. പനയന്നാർകാവിൽ മാത്രം. ഈ പനയന്നാർകാവ് ഇവിടെ ഈ വലിയ പനയന്നാർകാവ് ക്ഷേത്രത്തിൽ 5 സർപ്പക്കാവ് ഇതിന് ചുറ്റിനുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് മാണക്കാവ്. മാണക്കാവ് എന്ന് പറയുന്നത് തന്നെ മണ്ണാർശാല എന്നുള്ളതിന്റെ ഒരു വിഭജനമായി വന്ന വാചകമാണത്. ഈ 5 കാവുകളിലും നാഗാരാധന നടക്കുന്നുണ്ട്. ഉണ്ട്, നാഗാരാധനകളുണ്ട്. തുലാമാസത്തിലെ ആയില്യത്തിന്റെ അന്നാണ് ഇവിടുത്തെ പൂജ നടക്കുന്നത്, വാർഷികം. ഈ വാർഷികത്തിന്റെ അന്ന് ഈ 5 കാവിലും ഒരുപോലെ തന്നെ പാട്ട് പാടുന്ന അല്ല, പാട്ട് ഇവിടെ ഇവിടുത്തെ മാത്രമേ ഉള്ളൂ. ഇവിടെ ഇരുന്ന് പാടിയാൽ മതി. ഈ 5 കാവിലെ എല്ലാം അവർക്ക് ആസ്വാദനമാണ്. ഒരുപക്ഷെ ഇത് ഈ 5 കാവുകളും കണക്റ്റഡ് ആയി കിടന്നതായിരിക്കാം ഒരു കാലത്ത്. അങ്ങനെയാണ് വികസനത്തിന്റെ ഭാഗമായി വന്നപ്പോഴത്തേക്ക് 5 സ്ഥലത്ത് 5 സ്ഥാനത്തായിട്ട് ഇത് കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതിൽ തന്നെ ഇപ്പം സാമുദായികപരമായിട്ട് ഒന്ന് പുറത്തുണ്ട്. ഈഴവ സമുദായക്കാരുടെയാണ് അത് തെക്കേപ്പുറത്ത് നിൽക്കുന്നത്. SNDP-ക്കാരുടെയാണ് അത് ഒരു കാവ്. പിന്നെ പോയിട്ട് ഇവരുടെ തന്നെ, പിന്നെ നായേഴ്സിന്റെ ഉണ്ട്. ഇവർക്ക് തന്നെയും ഈ ആദിശർ എന്ന് പറയുന്ന ഒരു സമുദായമാണ് ഈ ക്ഷേത്രത്തിന്റെ ആരാധനാക്രമം അവർക്കാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ട് പറഞ്ഞിരിക്കുന്ന അവകാശം. ഈ പനയന്നാർകാവ് ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള ദേവതകൾ കുടികൊള്ളുന്ന ക്ഷേത്രമാണ്. 3 or 5 ദേവിമാർ വരെയാണ് ഇതിനകത്ത് കുടിയുള്ളത്. പിന്നെ മഹാദേവനുണ്ട്. പിന്നെ കടമറ്റത്ത് കത്തനാര് പ്രതിഷ്ഠിച്ച യക്ഷിയുണ്ട്. അതാണ് വെളിയിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കടമറ്റത്ത് കത്തനാര് പ്രതിഷ്ഠ ചെയ്തതാണ്, കൊണ്ടുവന്നിരുത്തിയതാണ്. ആദ്യം വന്നിരുന്നത് ഇവിടെ അപ്പുറത്ത് മൂലസ്ഥാനമുണ്ട്, വടക്കേ നടയില. അവിടെ ആദ്യം കൊണ്ടിരുത്തിയത്. അത് കഴിഞ്ഞാണ് ഇവിടെ ക്ഷേത്രം പണിത് ഇതിനകത്ത് വന്നത്. പിന്നെ ഇതിനകത്തും പറയുന്നുണ്ട് ഐതിഹ്യങ്ങൾ. അവിടെ 6 സ്ത്രീകളെ അങ്ങോട്ട് കാത്തോട്ട് കയറി ചെല്ലുമ്പോൾ 6 സ്ത്രീകളുടെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്, പ്രതിമ പണിത് വെച്ചിട്ടുണ്ട്. അത് വടക്കൻ മേഖലകളിൽ നിന്ന് ഇവിടെ വന്ന ഈ ഹീനജാതിക്കാരാകുന്ന സ്ത്രീകളെ കർഷകരാ. അവര് ഇവിടെ ജോലിക്കൊക്കെ പോയിച്ച് രാത്രി കാലത്ത് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ എങ്ങാണ്ടൊരു ചെറിയ വെട്ടം കണ്ടു. അന്ന് ഇല്ലങ്ങളാണ് ഇവിടെ എല്ലാം, പോറ്റുമടങ്ങളാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ട് അവർ ഇവിടെ വന്ന് ആ വെട്ടം കണ്ടുകൊണ്ട് ചെന്ന് കയറി എന്തെങ്കിലും വെള്ളം ആഹാരമൊക്കെ കിട്ടുമല്ലോ എന്ന് കരുതി ചെന്നപ്പം എല്ലാവരും അടച്ച് രാത്രി 10 മണിയായ എല്ലായിടും ഒക്കെ കിടന്നു. അപ്പോൾ അവിടെ മടത്തിൽ ചെന്ന തിരുമേനി പറഞ്ഞു, സ്വല്പം പടിഞ്ഞാറോട്ട് മാറി നിന്നിട്ട് അങ്ങോട്ട് നോക്കിക്കൊണ്ട് കാളി കാളി എന്ന് 3 വട്ടം വിളിക്കുക. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരങ്ങളും നിങ്ങൾക്ക് പാർക്കാനുള്ള സ്ഥലവും അവർ തരുമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഇവിടെ വന്ന് നിന്നിട്ട് അവർ വിളിച്ചു, കാളി കാളി എന്ന് വിളിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദേവി തന്നെ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. പ്രത്യക്ഷപ്പെട്ടിട്ട് അവരോട് എന്താ ചോദിച്ചു, എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചു. അന്നേരം അത് ഇല്ലത്ത് വന്നപ്പോൾ ഇല്ലത്തൊന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്ന് വിളിക്കാൻ പറഞ്ഞു. ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ രാത്രിയായിപ്പോയി, ഒരു ദിവസം ഞങ്ങൾക്കൊന്ന് അന്തി ഉറങ്ങാനുള്ളൊരു അവസരം തരണം ഇവിടെ എവിടെയെങ്കിലും എന്ന് പറഞ്ഞു. അവിടെ എവിടെയാന്ന് വെച്ചാൽ നിങ്ങൾ കിടന്നോന്ന് പറഞ്ഞ സ്ഥലവും കാണിച്ചു കൊടുക്കും, കിടന്നോളാൻ പറഞ്ഞു. ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല, വിശപ്പുമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അകത്തുനിന്ന് ദേവി തന്നെ എന്തോ ഇവർക്ക് തുളസി കതിരോ ജലമോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ വയറ് പൂർണ്ണമായി നിറഞ്ഞു. തൃപ്തിയോടുകൂടി അവിടെ കിടന്ന് ദേവി അങ്ങ് അപ്രത്യക്ഷമായി. പക്ഷെ ഇവര് മുറുക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പം ഇവരത് അവിടെ നിന്ന് 4 കൂട്ടി മുറുക്കി അവിടെയൊക്കെ തുപ്പി വെച്ചു. അപ്പോൾ രാവിലെ വന്ന് നോക്കുമ്പോൾ ദേവി രാവിലെ നോക്കുമ്പോൾ മുറ്റത്തെല്ലാം തുപ്പല. അപ്പോൾ അതുകൊണ്ട് ഇവരെ ശപിച്ചു, നിങ്ങൾ 6 പേരും ഇനി ഇവിടം വിട്ടു പോകണ്ട, ഇവിടെ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ട് നിങ്ങളെ ഇവിടെ എൻ്റെ ഉദയമാരായിട്ട് നിങ്ങളെ ഇവിടെ ഞാൻ ഇരുത്തിയിരിക്കുക, അതുകൊണ്ട് ഇവിടെ കല്ലായിട്ട് ഇരുന്നോട്ടെന്നും പറഞ്ഞ് അങ്ങനെ 6 പേരെ ഇവിടെ കല്ലാക്കി ഇരുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ 6 പേരുടെ രൂപമാണ് അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ഇടത്ത് സൈഡിൽ മതിലേൽ ഇങ്ങനെ ഇരിക്കുന്ന കാണാം. അപ്പൊ അത്രയ്ക്ക് ചൈതന്യവത്തായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇവിടുത്തെ കഥകളിൽ, ചരിത്രം. എനിക്ക് ഒരുപാട് ഇതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ ഏറെക്കുറെ അറിയാവുന്ന ഒരു ചരിത്രം ഞാൻ പറഞ്ഞു. ഇനി വീണ്ടും നാഗാരാധനയിലേക്ക്. നാഗാരാധനയിൽ സ്വാഭാവികമായി നമ്മൾ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മുടെ നാളും പേരും പറഞ്ഞു കൊടുക്കുമ്പോൾ വെട്ടിക്കോട്ട് നാഗരാജാവിനെ സ്തുതിച്ചുകൊണ്ടും മണ്ണാറശാല നാഗയക്ഷിയമ്മയെ സ്തുതിച്ചുകൊണ്ടും ഒക്കെയുള്ള പാട്ടുകളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഈ പാട്ടുകൾ എത്ര വിധത്തിലുണ്ട്? പാട്ടുകളെ ഇതിപ്പം ക്ഷേത്രത്തിൽ പാടുന്ന വിധം ഒന്നാണ്, അതെല്ലായിടത്തും ഒരേ രീതിയിലേ ഉള്ളൂ. പിന്നെ അതിനകത്ത് ചിലർക്ക് ചില ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പാടുമ്പോൾ ഞാൻ പനയന്നാർകാവിൽ ദേവിയെ കൂടി ചേർത്ത് പാടും. അപ്പൊ ഇവിടെ വെട്ടിക്കോടും മണ്ണാർശാല ക്ഷേത്രവും തൊട്ടടുത്താകുന്നത് കൊണ്ട് അവിടെയായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഈ പോകുന്ന ക്ഷേത്രങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഞാനും മണ്ണാർശാലയും വെട്ടിക്കോടും പറഞ്ഞു പാടും. ഞാൻ ഈ വടക്കോട്ട് പോകുമ്പോൾ അങ്ങനെയല്ല, വേളൂർ വട്ടം
അവിടെ അങ്ങനെയൊക്കെ ഉള്ള വടക്കൻ മേഖലകളിലൊക്കെ ഉള്ളവർ. എന്റെ കുടുംബക്ഷേത്രത്തിൽ നിന്ന് ആരാധനയുണ്ട്. അവിടെ പോകുമ്പോഴും വെട്ടിക്കോട്ടും മണ്ണാറശാലയുമാണ്. കൊട്ടാരക്കര ക്ഷേത്രത്തിൽ പോയി അടിച്ചാലും അങ്ങനെ തന്നെ പറയും. കാരണം ഇതിന്റെ തുടക്കം അതാ ഞാൻ നേരത്തെ തുടക്കത്തിലേ പറഞ്ഞത്. പരശുരാമൻ ആദ്യം പ്രതിഷ്ഠിക്കുന്നത് വെട്ടിക്കോടാണ്, ആദിമൂല. വെട്ടിക്കോടെന്ന് പറയുന്നത് തന്നെ ഈ കണ്ടം വെട്ടിക്കൂട്ടിയതാ. കണ്ടത്തിന്റെ നടുക്ക് വെട്ടിക്കൂട്ടി, മണ്ണെല്ലാം കൂടെ വെട്ടിക്കൂട്ടിയിട്ട് അവിടെ പ്രതിഷ്ഠിച്ചത്. ക്ഷേത്രം പണിതിട്ട് അവിടെ പ്രതിഷ്ഠിച്ചത്. അത് വെട്ടിക്കോട് നാഗരാജാവും, മണ്ണാർശാലി നാഗേഷി. വെട്ടിക്കോട്ട് നിന്ന് ഒരു ഇല്ലത്തു നിന്ന് ഒരു അമ്മ ഇങ്ങോട്ട് വിവാഹം വേളി കഴിച്ച് കൊണ്ടുവന്നതാണ് മണ്ണാർശാല. ആ അമ്മയുടെ തലമുറക്കാരിയാണ് നാഗങ്ങളെ പ്രസവിച്ചു എന്ന് പറയുന്നത് തന്നെ. അങ്ങനെ ഒരു ചരിത്രം അവര് ഐതിഹ്യം പറയപ്പെടുന്നുണ്ട് അതിനകത്ത്, അവരുടെ ഐതിഹ്യം. അപ്പൊ ഈ ഓണാട്ടുകരയുടെ പ്രധാന ഭാഗമാണെന്നും അതാണ് ഈ കാണ്ഡ്യോ വനം സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്ന ഏവൂര് എന്നൊക്കെ പറയുന്ന ഈ സ്ഥലങ്ങളാണ് വനം എന്ന് പറയുന്നത്. ചരിത്രങ്ങൾ നമ്മുടെ ശാസ്ത്രീയമായിട്ട് പറയുമ്പോഴാണ് ഇങ്ങനെ പറയുന്നത്. സയൻസ് രീതിയിൽ പറയുമ്പോൾ ഈ കാണ്ഡ്യോ വനമൊന്നും ഇവിടെയല്ല, വിദേശത്താണെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ആ സങ്കല്പ കഥകൾ ബ്രാഹ്മണരിൽ ഉത്ഭവിച്ചിട്ട് അവരാണ് ഇതിനെല്ലാം പ്രസിദ്ധീകരിച്ചിട്ട് കഥകളാക്കി. അപ്പം അങ്ങനെ വെട്ടിക്കോടും മണ്ണാർശാലും സർപ്പാരാധനയ്ക്ക് പ്രാധാന്യം. 8 ക്ഷേത്രങ്ങളുണ്ട്. ആമേടക്കാവ്, പാമ്പമ്മേക്കാവ്, ഇങ്ങനെ വടക്കോട്ട് 8 ക്ഷേത്രങ്ങളുമുണ്ട്. അപ്പോൾ ഈ പുള്ളവും പാട്ടിൽ തന്നെ അതാത് ക്ഷേത്രങ്ങളിൽ പാടുന്നവർ അതാത് ക്ഷേത്രങ്ങളുടെ പേര് കൂടി ചേർത്ത് പറയും. പക്ഷേ സർപ്പങ്ങളേത് പറയുമ്പോൾ ആദ്യം മൂലം വെട്ടിക്കോട് വാഴുന്ന നാഗരാജാവും മണ്ണാർശാല നാഗേക്ഷി അമ്മയും വേളൂർ പട്ടത്തം വരുന്ന പിന്നെ പറനാഗേക്ഷി എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരെ അവരവരുടെ തന്മയത്വമായിട്ട് ചേർത്ത് പാടുന്നുണ്ട്. പക്ഷെ പാട്ടൊന്നാണ്, ഒരേ രീതിയാണ്, നാളും പേരും പറഞ്ഞ് പാടുക. അത് നമ്മൾ സ്വാഭാവികമായി കേൾക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളും കേൾക്കുന്ന അത് ഒരാളിന്റെ ദോഷം. അതായത് ഇപ്പം ഇദ്ദേഹം എന്ത് സർപ്പദോഷത്തിന് ഉള്ള പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ, ഇദ്ദേഹത്തിൽ നിന്നും ആ സർപ്പകോപത്തെ ഒഴിച്ചു മാറ്റുന്നതാണ് ക്ഷേത്രത്തിൽ വന്ന് നാളും പേരും പറഞ്ഞ് നമ്മൾ പാടിക്കുന്നത്. വീട്ടുപേര് വെച്ച് ചെയ്യുമ്പോൾ, വീട്ടുപേരും പേരും നക്ഷത്രവും പറഞ്ഞ് ചെയ്യുമ്പോൾ കുടുംബത്തിലുള്ള സന്തതികൾക്ക് കൂടി ആ വീട്ടുപേര് ചെയ്യുമ്പോൾ ആ കുടുംബത്തിലുള്ള സന്തതികൾക്ക് കൂടി അതിന്റെ ഗുണം കിട്ടുന്നുണ്ട്. അതിന് വേറെ പാട്ടാണോ? അത് പേരുന്ന ഇതെല്ലാം ഒറ്റ രീതിയാണ്. അതിനകത്ത് വീട്ടുപേര് കൂടി ഉൾപ്പെടുത്തുന്നു. അപ്പോൾ ആ കുടുംബ പേര് കൂടി ചേർക്കുമ്പോൾ കുടുംബത്തിലെ സന്തതികൾക്കും ധനത്തിനും ഭൂമിക്കും ഗ്രഹത്തിനും ആളിനും അർദ്ധഗതികൾക്കും എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ആ കുടുംബത്തിലായിട്ടുള്ള സന്തതികൾക്ക് എല്ലാവർക്കും സന്തതിയുടെ സർപ്പദോഷമാണ് തീർക്കുന്നത്.